റീൽസ് എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒന്നാണ് ഡേ ഇൻ മൈ ലൈഫ്. എന്നാൽ പിന്നെ ഇന്ന് രാവിലെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ബ്ലാക്ക് കോഫിക്കൊപ്പം ഉണ്ടായൊരു തോട്ടാണ്. അപ്പം നോക്കുമ്പോൾ ദേ അമൽ എഴുന്നേറ്റ് വന്നേക്കുന്നു. ഞങ്ങളിവിടെ 3 പേരാണ്, ഞാനും അബിയും അമലും. എനിക്ക് എന്ത് രാവിലെ ഉണ്ടാക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് അബി വന്ന് പറഞ്ഞത് നമുക്കെന്നാൽ ഇന്ന് പത്തിരി ഉണ്ടാക്കാം. എനിക്ക് പത്തിരിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു, ബിക്കോസ് ഞാനല്ലല്ലോ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു മൈൻഡിൽ. അങ്ങനെ പത്തിരി അബി ഉണ്ടാക്കി. അതിനൊപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഞാനും ഉണ്ടാക്കി. അപ്പോഴാണ് ഇവിടെ ആരോ എന്തോ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടത്. പിന്നെ മനസ്സിലായി ഇസ്തിരിപ്പെട്ടിയാണെന്ന്. അങ്ങനെ ലയൺ ബോക്സ് അവിടെ നിന്ന് തപ്പുന്ന ആശാനെ ഞാൻ പിടിച്ച് അടുക്കളയിലോട്ട് കയറ്റി. അങ്ങനെ ആൾ പിന്നെ പത്തിരിക്ക് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ആ സമയം കൊണ്ട് അബി അരി കഴുകിയിട്ടു. സാധാരണ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 മണിക്ക് സ്കൂൾ വിട്ട ആ ടൈമിലാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാൽ പിന്നെ അതിന് കോംബോ ആയിട്ട് യുപിക്കാരുടെ സ്വന്തം ഡാൽക്കറി തന്നെ ആവട്ടെ എന്ന് കരുതി കുക്കറും വിസിലും സെറ്റ്. എന്നാൽ ശരി, ഇവരൊക്കെ കിച്ചണിലില്ലേ, പോയി കുളിച്ചിട്ട് വരാമെന്ന് ഞാനും കരുതി. മുട്ട റോസ്റ്റിൻ്റെ മുട്ട കെറ്റിലിട്ട് വേവിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ചാടിക്കേരിതേ പുള്ളി ഇങ്ങ് പോന്നു. അങ്ങനെ ഫുഡ് തട്ടിക്കൂട്ടലിന് ശേഷം അവർ 2 പേരും അവരുടെ റൂമിലോട്ട് പോയതിന് ശേഷം ഞാനും കയറി കുളിക്കാൻ. അങ്ങനെ നല്ലൊരു കുളി പാസ്സാക്കി ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്കും എൻ്റെ കുക്കർ കൂട്ടാൻ ഒരു 10 വിസിലെങ്കിലും അടിച്ചു കാണും. ഫ്രഷായി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മൾ നേരെ പോവുക നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലേക്കാണ്. ഞാനിപ്പോൾ കോമണായി യൂസ് ചെയ്യുന്നത് അക്വലോജിക്ക പ്രോഡക്റ്റ്സ് ആണ്. ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീമിനെയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ മോഡലിനെയാണ്. എന്താണെന്നറിയില്ല, പണ്ട് തൊട്ടേ എനിക്ക് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടല്ലേ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാറ്. എന്നാൽ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാൽ ഞാനിന്ന് ജുംക്കയിടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജുംക്കയായിട്ടുള്ള കോപ്പറയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ പോയി എൻ്റെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ എനിക്ക് മുടി വെട്ടി കഴിയാൻ വെറും 2 മിനിറ്റ് മതിയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും പോകുന്ന കണ്ടീഷനിലാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ പോയിട്ട് അവിടുത്തെ വെള്ളം പിടിക്കാത്തതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയൊക്കെയോ 5-10 മിനിറ്റിന് ശേഷം എൻ്റെ മുടിയായിട്ടുള്ള യുദ്ധത്തിൽ ഒരു സൈഡ് കറക്റ്റായി കെട്ടിക്കഴിയുമ്പോഴേക്കും ദേ വരുന്നു റെഡിയാവാൻ പോയ ആൾക്കാർ. മുടിയോടുള്ള യുദ്ധത്തിനേക്കാളും വലിയ യുദ്ധമാണ് ഇവരെ ഈ കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞേക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ണാടിൻ്റെ മുന്നിൽ 24 മണിക്കൂർ നിൽക്കുന്നത് ഞാനാണെങ്കിലും ഇന്ന് ക്യാമറയായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് എന്നെ എങ്ങനെയൊക്കെ കളിയാക്കുക എന്നുള്ള രീതി ആലോചിച്ചിരിക്കുകയാണ് ഇവർ 2 പേരും. അങ്ങനെ ഇവർ 2 പേരും ഇതിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സൈഡും കെട്ടി, പിന്നെ എല്ലാം കൂടെ ഒരു കെട്ടും കൂടെ കെട്ടി വെക്കുമ്പോഴേക്കും നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി. സ്റ്റിക്കർ പൊട്ട് ഇട്ടാൽ തലവേദന വരുമെന്ന് പറഞ്ഞാൽ ആരുടെയോ വാക്ക് കേട്ട് അന്ന് മുതൽ ഞാൻ സ്റ്റിക്കർ പൊട്ട് ഉപേക്ഷിച്ചു. പിന്നെ മുതൽ എന്നും ഞാൻ പൊട്ട് തൊടുന്നത് ഐലൈനർ വെച്ചിട്ടാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന യുദ്ധം. ഒരേപോലെ 2 കണ്ണിലും വാലിട്ട് കണ്ണെഴുതുക എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. എവിടെയെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ പോയാൽ എടുത്ത പണി മൊത്തം വേസ്റ്റ്. പക്ഷേ എങ്ങനെയൊക്കെയോ എന്നും ഞാനത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ലുക്ക് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ച് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് എന്തോ ഒന്നിൻ്റെ കുറവ്. പിന്നെ മനസ്സിലായത് ഞാൻ ചെയിൻ ഇട്ടിട്ടില്ലെന്ന്. എന്നാൽ പിന്നെ അതുകൂടെ ഇട്ടിട്ട് നമ്മുടെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ചെയിനും ദുപ്പട്ടയിട്ട് ഔട്ട്ഫിറ്റ് ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് നേരെ ഓടി കിച്ചണിലോട്ട് നമ്മുടെ പത്തിരി മുട്ട റോസ്റ്റും കഴിക്കാൻ. അങ്ങനെ പത്തിരി മുട്ട റോസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ 2 പേരും കയറി വന്നു. അവരോട് എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്ന് കുറച്ച് ലോകവർത്താനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. എന്നും ഞങ്ങൾ 3 പേർക്കും 3 ടിഫിനിലാണ് ഫുഡ് വയ്ക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ പതിവില്ലാതെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടി ടിഫിൻ കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഒരു ടിഫിൻ ബോക്സിൽ എല്ലാവർക്കും കൂടെ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതാ ഓക്കെ എല്ലാവർക്കും. അങ്ങനെ ബാഗും പാക്ക് ചെയ്ത് ഡോറും ലോക്ക് ചെയ്ത് ഞാൻ നേരെ അവരുടെ റൂമിലോട്ട് പോയി. അപ്പോഴേക്കും 2 പേരും ഡോറും ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മിനിറ്റത്തെ നീണ്ട നടത്തത്തിന് ശേഷം ഞങ്ങൾ ദേ എത്തി നമ്മുടെ സ്കൂളിലോട്ട്. സ്കൂൾ കോമ്പൗണ്ട് താണ്ടിയാൽ പിന്നെ ഞങ്ങളുടെ ഓട്ടം നേരെ പഞ്ചിങ് മെഷീൻ്റെ അടുത്തോട്ടാണ്. അങ്ങനെ പഞ്ചും ചെയ്ത് സ്കൂൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. പഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ എന്താ ഉണ്ടായെന്നറിയാൻ നെക്സ്റ്റ് ഒരു ഡെയിലി വ്ളോഗ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. അതുവരേക്കും ബൈ.